24 ബിഗ് ബ്രേക്കിംഗ്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിലാൽ പ്രധാന ഏജന്റ് എന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. യുവതികളെ ദുബായിലെത്തിക്കുന്നതിനനുസരിച്ച് ബിലാലിന് പണം നൽകിയെന്ന് മുഖ്യപ്രതി സിന്ധു കുറ്റസമ്മതം നടത്തി. സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചത് പൂർണ്ണമായും ദുബായ് കേന്ദ്രീകരിച്ചെന്നാണ് കണ്ടെത്തൽ. കേസിനാസ്പദമായ സംഭവം നടക്കുമ്പോൾ ബിലാൽ ദുബായിലെത്തിയെന്നും പോലീസ് സ്ഥിരീകരിച്ചു. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിഷ്ണു, അന്വേഷണം പുരോഗമിക്കും തോറും കൂടുതൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ബിലാലിന്റെ പങ്ക് അത് എന്ത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ബിലാലിനെ കോടതി നടപടിയുടെ ഭാഗമായിട്ട് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഇപ്പോൾ 5-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിലാണ് ബിലാൽ ഈ കേസിൽ എങ്ങനെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നുള്ളതിന്റെ വിവരങ്ങളുള്ളത്. സിന്ധുവിന്റെ ഒരു പ്രധാനപ്പെട്ട സപ്ലൈ ഏജന്റ് ആയിരുന്നു ബിലാൽ എന്നുള്ളതാണ് സ്ഥിരീകരണം. യുവതികളെ വിദേശത്ത് എത്തിക്കുന്നതനുസരിച്ച് ഇയാളുടെ അക്കൗണ്ടിലേക്ക് സിന്ധു പണം കൈമാറിയിരുന്നു. ഒരു സപ്ലൈ ഏജന്റ് ആയിരുന്നു ബിലാൽ എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി യുവതികളെ ബിലാൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഔദ്യോഗികമായ വിവരം. പക്ഷെ അത് എത്രയുണ്ട് എന്ന കാര്യത്തിൽ ഒരു കണക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. സിന്ധുവിന്റെയും അതോടൊപ്പം ബിലാലിന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ വലിയ തുകകൾ ഇരുവരും തമ്മിൽ സാമ്പത്തികമായി കൈമാറ്റം നടത്തിയിട്ടുണ്ട് ഈ ഡീലിന്റെ ഭാഗമായെന്ന് പോലീസിന് ലഭിക്കുന്ന വിവരം. ഒപ്പം ഈ മരട് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരമുള്ളത്, ഈ സംഭവം നടക്കുന്നുവെന്ന് പരാതിയിൽ പറയുന്ന ആ സമയത്ത് ദുബായിൽ ബിലാലും ഉണ്ടായിരുന്നു എന്ന സ്ഥിരീകരണം പോലീസ് ഔദ്യോഗികമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുകയാണ്. ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ പ്രതികൾ അറസ്റ്റിലായി വരികയാണ്. സാധാരണ 5 പ്രതികളാണ് പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രതിപ്പട്ടിക പുറത്തുള്ള ബിലാൽ അറസ്റ്റിലാകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു 3 പേർ കൂടി അറസ്റ്റിലാകും എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് വഴി ഈ റാക്കറ്റ് മറ്റിടങ്ങളിലേക്ക്, അതായത് മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പോൾ പൂർണ്ണമായും ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ, കേരളത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതിൽ കൂടുതൽ സപ്ലൈ ഏജന്റുമാരുണ്ടോ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് പോലീസ്. അസിത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ കേസിലെ മുഖ്യ കണ്ണിയായിരുന്നു ഈ ബിലാൽ എന്ന ശ്രീകുമാർ എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.